റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഭീമമായ തോതിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നിലപാടിന് പാശ്ചാത്യ ലോകത്തു നിന്ന് അപ്രതീക്ഷിത പിന്തുണ. ആഗോളതലത്തിൽ ഏർപ്പെടുത്തിയ വില നിയന്ത്രണ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ പ്രവർത്തിച്ചതെന്ന് ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന മരിയ വാൾട്ടോൺ വ്യക്തമാക്കി. ഫിൻലാൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിലാണ് ഫിൻലാൻഡ് ഇന്ത്യയുടെ നിലപാടിനെ ശരിവെച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തിയത് ലോകരാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി തടയാനല്ലെന്ന് എലീന വാൾട്ടോണൻ ചൂണ്ടിക്കാട്ടി. ആഗോള എണ്ണ വിപണിയിൽ പെട്ടെന്നൊരു തകർച്ചയുണ്ടാകാതെ സംരക്ഷിക്കുക, ഒപ്പം റഷ്യ എണ്ണ വിൽപ്പനയിലൂടെ വൻ ലാഭം കൊയ്യുന്നത് തടയുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യ ഈ അന്താരാഷ്ട്ര പരിധികളെ കൃത്യമായി ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് എണ്ണ വാങ്ങിയതെന്ന ഫിൻലൻഡിന്റെ പ്രസ്താവന ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ വിമർശനമുന്നയിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. ചർച്ചയിൽ ഇന്ത്യയുടെ ഊർജ്ജ നയത്തെ ശക്തമായ ഭാഷയിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യായീകരിച്ചത്. രാഷ്ട്രീയ താൽപര്യങ്ങളെക്കാൾ രാജ്യത്തിന്റെ പ്രായോഗിക ആവശ്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എണ്ണയുടെ വിലയും വിപണിയിലെ ലഭ്യതയും നോക്കിയാണ് ഇന്ത്യ തീരുമാനമെടുക്കുന്നത്. 2022 റഷ്യയ്ക്ക് മേൽ ഉപരോധം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ വിപണിയിലെ എണ്ണ മുഴുവൻ വൻവിലയ്ക്ക് വാങ്ങിക്കൂട്ടി. ഇതോടെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് തങ്ങളുടെ പരമ്പരാഗത വിതരണക്കാരെ വിട്ട് റഷ്യയിലേക്ക് തിരിയേണ്ടി വന്നുവെന്ന് ജയശങ്കർ ഓർമ്മിപ്പിച്ചു.